അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ ബാബയുടെ സമീപത്ത് എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ബാബ എവിടെയോ ദൂരെ ദൂരെ നിന്നും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് വതനത്തിൻ്റെ നേർക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇന്ന് അങ്ങ് എവിടെ ചുറ്റി സഞ്ചരിക്കുവാനാണ് പോയത്? അപ്പോൾ ബാബ ഒരു സെക്കൻഡ് പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, ബാബയ്ക്ക് കേവലം ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ മാത്രം പാലനയുടെ കാര്യമല്ല ഉള്ളത്. ബാബയ്ക്ക് അനേകം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഭക്തരായ കുട്ടികളും പലയിടത്തും ഇത്രയും പ്രയത്നം ചെയ്യുന്നു. ചില ആത്മാക്കൾ ദുഃഖിതരും അശാന്തരുമായി ഓർമ്മിക്കുന്നു. അവരും വിളിക്കുന്നതനുസരിച്ച് എത്തിച്ചേരുന്നു. എന്തെങ്കിലുമൊക്കെ ആ ആത്മാവിന് ആശ്വാസം പകരുന്നതിന് വേണ്ടി. എന്നാൽ വർത്തമാന സമയത്ത് ഇപ്പോൾ ശ്രാവണമാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എൻ്റെ ഭക്തരായ കുട്ടികൾ, അനേകം ആത്മാക്കൾ ഇത്രയും ഹൃദയപൂർവ്വം ഓർമ്മിക്കുന്നു. എത്ര പ്രയത്നിച്ചുകൊണ്ട് ബാബയുടെ മേൽ കേവലം ജലം അർപ്പിക്കുന്നതിന് വേണ്ടി, ബാബയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പോകുന്നു. ഇത്രയും പ്രയത്നിക്കുന്നു. കല്ലും മണ്ണും മറികടന്ന് ബാബയുടെ അടുത്ത് എത്തിച്ചേരുന്നു. പാലിൻ്റെയും ജലത്തിൻ്റെയും ധാര ഒഴിക്കുന്നതിന് വേണ്ടി. ബാബ പറഞ്ഞു, അതിനാൽ ബാബയ്ക്ക് ഇന്ന് വിശേഷിച്ച് തൻ്റെ കുട്ടികളുടെ മേലും തൻ്റെ ഭക്തരുടെ മേലും ഉള്ളിൽ നിന്നും വളരെയധികം അഭിമാനം വരുന്നുണ്ടായിരുന്നു. ബാബയുടേതായി മാറിയ എൻ്റെ കുട്ടികളും ബാബയുടേതായി മാറിയതിനു ശേഷം പല കുട്ടികളുടെയും ജീവിതം വളരെ സഹജമായ രീതിയിൽ ഒരു വിടർന്ന പുഷ്പം പോലെയാകുന്നു. ബാബയുടേതായി മാറുന്നു. എന്നാൽ എൻ്റെ ചില കുട്ടികൾ മാലിന്യം, മണ്ണ്, പലതരം പരിതസ്ഥിതികൾ എന്നിവയിലൂടെ കടന്നു പോകുന്നു. ബാബ അതിനെക്കുറിച്ച് ഒരു ദൃശ്യം പിന്നെ കാണിച്ചു തന്നു. താമര പുഷ്പം ചെളിവെള്ളത്തിൽ ആയിരിക്കും. എന്നാൽ അതിനുശേഷം അത് വിടർന്നതായി കാണപ്പെടുന്നു. എൻ്റെയും പല കുട്ടികളും ഇങ്ങനെയാണ്. അവർ പല പരിതസ്ഥിതികളും മറികടന്ന് തൻ്റെ ജീവിതം ഇങ്ങനെ കമലപുഷ്പ സമാനം ആക്കി മാറ്റുന്നു. ബാബ പറഞ്ഞു, ഈ മഹിമ കേവലം ഈ പുഷ്പത്തിൻ്റെ ഉദാഹരണം പ്രവൃത്തിയിലിരിക്കുന്ന കുട്ടികളുടേതാണ്, കുമാർ കുമാരിമാരുടേതല്ല. കാരണം കുമാർ കുമാരിമാർ ഒറ്റയ്ക്കാണ് കഴിയുന്നത്, പ്രത്യേകം പ്രത്യേകം കഴിയുന്നു. പ്രവൃത്തിയിൽ ഇരുന്നു കൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് അവർ ബാബയുടേതാകുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഇങ്ങനെ പ്രവൃത്തിയിൽ ഇരിക്കുന്ന ബാബയുടെ കുട്ടികൾ യുഗൾ മൂർത്തിയാണ്. ബാബ പറഞ്ഞു, ഇപ്രകാരമുള്ള ജീവിതം നയിച്ചുകൊണ്ട് ബാബയുടേതായി നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, അവരുടേത് ഏറ്റവും വലിയ അതിശയത്തിൻ്റെ കാര്യമാണ്. സർവ്വതും ഉണ്ടായിരുന്നിട്ടും ബാബയുടെ കൈ പിടിച്ച് നടക്കുന്നു. ബാബയെ തൻ്റേതാക്കി മാറ്റി നടക്കുന്നു. ബാബയോട് ഞാൻ പറഞ്ഞു, കുമാർ കുമാരിമാർക്കും പ്രയത്നിക്കേണ്ടി വരുന്നുണ്ട്. ബാബ പറഞ്ഞു, കുമാർ കുമാരിമാർ പ്രയത്നിക്കുന്നുണ്ട്, എന്നാൽ അവർ സിംഗിൾ ആണ്. അപ്പോൾ ബാബ ഇന്ന് സിംഗിൾ ആയ പുഷ്പം കാണിച്ചു. നീലി ഫ്ലവറിന് ഒരു തണ്ടും വേരും ആണുള്ളത്. അതിൽ 1-2 പുഷ്പങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അതിൽ വളരെയധികം സുഗന്ധവും ഉണ്ടായിരിക്കും. എന്നാൽ ബാബ പറഞ്ഞു, ഇന്ന് ലോകത്തിലെ പ്രവൃത്തിയിൽ ഉള്ളവർക്ക്, പ്രവൃത്തി മാർഗത്തിൽ ഇരിക്കുന്ന ബാബയുടെ കുട്ടികൾ ആരാണോ അവർ തങ്ങളുടെ കമല പുഷ്പ സമാന ജീവിതം ഉണ്ടാക്കുന്നു.
ബാബ ആ കുട്ടികളെ വിശേഷ രൂപത്തിൽ നോക്കുകയാണ്. ബാബയ്ക്കും തൻ്റെ ഇങ്ങനെയുള്ള കുട്ടികളുടെ മേൽ വളരെയധികം അഭിമാനമുണ്ട്. ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു. ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ബാബയെ തിരിച്ചറിഞ്ഞു. ബാബയുടെ കൈ പിടിച്ചുകൊണ്ട് ബാബയെ കൂടെ വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ഇത്രയും കേൾപ്പിച്ചു. ബാബയുടെ മുന്നിൽ പല ആത്മാക്കളുടെയും ഓർമ്മകൾ നൽകി. ബാബയെ പലരുടെയും കാര്യങ്ങളും കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, ബാബ എല്ലാം അറിയുന്നുണ്ട്. കുട്ടികളുടെ മനസ്സിൽ ഏതൊരു സങ്കല്പം നടന്നാലും നല്ലതും നടക്കുന്നു, വ്യർത്ഥവും നടക്കുന്നു. ബാബ മനസ്സിലാക്കുന്നുണ്ട്. ആ കുട്ടികളെ കാണുമ്പോൾ ബാബ ആ കുട്ടികളുടെ സ്ഥിതിയെയും മനസ്സിലാക്കുന്നു. പക്ഷേ ബാബ കേൾപ്പിക്കുന്നില്ല, എന്നാൽ മനസ്സിലാക്കുന്നുണ്ട്. ബാബയ്ക്ക് തൻ്റേതായ നേത്രം ഇല്ലെങ്കിലും ദിവ്യബുദ്ധിയിലൂടെ ബാബ കുട്ടികളെ തിരിച്ചറിയുന്നു. ഇപ്രകാരം കേൾപ്പിച്ച ശേഷം ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, എൻ്റെ കുട്ടികൾ ബാബയെ സദാ ഓർമ്മ വയ്ക്കുന്നു. ബാബയും ആ കുട്ടികൾക്ക് വിശേഷ സ്നേഹസ്മരണകൾ നൽകുന്നു. പിന്നെ ബാബ എല്ലാ കുട്ടികൾക്കും സ്നേഹസ്മരണകൾ നൽകി ഭോഗ് സ്വീകരിപ്പിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.